എന്തുമേ ഇതിനാ മാവേലി ഇത്രയും താമസിച്ചു വരുന്നേ? ഞങ്ങൾ ഈ വരുന്ന വഴിക്കാണ് ഇദ്ദേഹത്തെ കണ്ടത്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ആഗ്രഹം നമ്മുടെ റിപ്പോർട്ടർ TV ഒന്ന് കാണണം, എല്ലാവരും ഒന്ന് കാണണം എന്നുള്ളത്. അപ്പൊ അദ്ദേഹം മാവേലി അപ്പൊ ഞങ്ങളുടെ പായസം ടേസ്റ്റ് ചെയ്യാൻ കൂടെ വന്നതല്ലേ? കലവറ ആ മണം സഹിക്കാൻ പറ്റില്ല. എന്നെ എന്തോ ആകർഷിക്കുന്ന പോലെ ആരൊക്കെ എന്തെല്ലാം തന്നു അതെല്ലാം സന്തോഷവും സമാധാനത്തോടെ ഞാൻ കഴിച്ചു. എത്ര കുടിച്ചെന്ന് ചോദിച്ചാൽ മതി. ഓക്കെ കുടിക്കും. 10 ദിവസം. മാവേലിയുടെ ഡ്രസ്സൊക്കെ കണ്ടോ? ഭയങ്കര വേഷഭൂഷാദികളോടെ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് കേരളത്തിലേക്കൊക്കെ വരുമ്പോഴേ ഈ പാതാളത്തില് അപ്പൊ നിങ്ങൾക്ക് ഓണപരിപാടി ഒന്നും ഇല്ല. അവിടെ എല്ലാ ദിവസവും ഓണമല്ലേ? പാതാളത്തിൽ എല്ലാ ദിവസവും ഓണമാണോ? എല്ലാ ദിവസവും ഓണമില്ല. ഞാൻ എവിടെയുണ്ടോ അവിടെ ഓണം. അവിടെ എല്ലാ ദിവസവും ഓണമാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് മാവേലി എന്നും ഈ വേഷഭൂഷാദികളൊക്കെ ആയിട്ടാണോ ഇങ്ങനെ നടക്കുന്നത്? ദൈവമേ, വല്ലാത്ത ടാസ്ക് തന്നെയാട്ടോ. മാവേലി എത്തി കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് അടുപ്പ് എത്തിച്ച പായസത്തിന്റെ ഒരുപാട് മാവേലിയാണോ നമുക്ക് അടുപ്പ് എത്തിക്കുന്നത്? അല്ലല്ലോ, നമ്മളല്ലേ. റിസ്കിലേക്ക് പോകണ്ട. മാവേലി ഒത്തിരി കാര്യങ്ങളില്ലേ? ഇനി പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. മാവേലി അവിടെ ആ ഫ്ലോർ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മാവേലി, വൈകാലക്ഷ്മി, പ്രശാന്ത് പുതുക്കരി. പ്രശാന്ത് ഏട്ടാ, ഇവിടെ എന്തായാലും പായസം എന്താ തിളച്ച് മറിയുന്നുണ്ട്. കുറുക്കുകയാണോ അൻസു? കുറുക്കി വരുവാ ഇങ്ങനെ. അൻസു ഒരു പായസ കൊതിച്ചിയാണെന്നൊക്കെ ചില പ്രേക്ഷകർ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു പായസ കൊതിച്ചിയാണ്. ആര് എങ്ങനെയാ? എനിക്ക് പായസത്തിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഇതിനകത്ത് ക്യാരമലിന്റെ ഒരു ഫ്ലേവർ വരുമ്പോഴത്തേന് കുറച്ച് കഴിക്കാം. പക്ഷെ ക്യാരമലും കാരണം ഇവിടെ മനുഷ്യൻ മടുത്ത്. ഇപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന പായസം ഏതാണ്? ഇലസദ്യ പാലട. ഇലസദ്യ പാലട യൂണിറ്റ് ടേസ്റ്റിന്റെ ഇലസദ്യ പാലടയാണ് ഇത്തവണ. അപ്പം മാവേലിക്ക് നമ്മൾ കൊടുക്കുന്നത് യൂണിറ്റ് ടേസ്റ്റിന്റെ ഇലസദ്യ പാലട. അതെ. അതിനകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് അധികം ഒന്നും ചേർക്കേണ്ടതില്ല. എല്ലാം ഉണ്ട്, നമ്മുടെ ആ കിറ്റിനകത്ത് എല്ലാം ഉണ്ട്. ഇത് ഇവിടുത്തെ കൊതിയന്മാരും കൊതിച്ചുകളും കാരണം ഞങ്ങൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചു. സേഫ് അല്ലേ? ഇവിടുത്തെ എല്ലാ സാധനങ്ങളും മോഷണം പോവാ. ക്യാമറ ഉൾപ്പെടെ എടുത്തിട്ട് പോവാ. പിന്നെ കുറച്ച് മുമ്പ് ഷെർലി വന്നിട്ട് ചോദിച്ചു, ചേച്ചി ഇച്ചിരി കുന്തിരിക്കാൻ തരുമോ? ഇവിടെ കുന്തിരിക്കം പുകയ്ക്കാൻ വരെ ആള് വന്നിട്ടുണ്ട്. അപ്പൊ കലവറയിൽ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ വൈകാലക്ഷ്മിയുടെയും അപ്പൊ പായസം രുചിക്കാറായോ? എനിക്കത് അറിയണ്ടേ. കുറച്ച് സമയം കൂടിയുണ്ട്. ഒന്ന് കുറുക്കി വരികയാണ്. ഞാനൊന്ന് ഇളക്കട്ടെ. ശരി. അപ്പോൾ ഇവരിളക്കിയ പായസം എത്രയായെന്ന് ഞാൻ നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുകയാണ്. നേരത്തെ ഇത് ഒഴിഞ്ഞ ഉരുളിയായിരുന്നു. അത് കഴിഞ്ഞ് ഇവരിവിടെ ശരിക്കും ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. പ്രേക്ഷകർ വിചാരിക്കും പറ്റിക്കുകയാണെന്ന്. അങ്ങനെയൊന്നും അല്ല. ശരിക്കും ഇവിടെ പായസം ഉണ്ടാക്കുമായിരുന്നതാണ്ട് ഈ പാകമായിട്ടേ ഉള്ളൂ. ഇനിയും ഇത് കുറുക്കണം. നല്ലതുപോലെ പാലും വെള്ളവും ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇളക്കി കറക്റ്റായിട്ട് അടയൊക്കെ വേവിച്ച് തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ ഈ അടയൊക്കെ നന്നായി വേവിച്ച് ഈ പായസം ഒന്ന് കുറുകി വരാൻ കുറച്ച് സമയമെടുക്കും. എന്നോടേ പ്രേക്ഷകരൊക്കെ ചിലരൊക്കെ പറഞ്ഞു ഞാൻ ഈ പായസം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിളകുമെന്ന്. എന്നെ പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് നിങ്ങളെ അത്രയും വിശ്വാസം. ഞാനാണോ അപ്പോ ടെസ്റ്റർ? ഞാൻ വിചാരിച്ചു മാവേലിയാണ് ടെസ്റ്റർ എന്ന്. പണിവാളി. അപ്പോ എന്നാ പിന്നെ മാവേലിക്ക് കൊടുക്കും. അപ്പൊ ഞാൻ കുടിച്ചിട്ട് മാവേലിക്കും വൈകിക്കും ഒക്കെ ഉള്ളതായിട്ട് അങ്ങ് പോയാലോ? എന്നാ എടുക്ക്, എന്തായാലും കുടിക്കാം. ഭഗവാനെ, എന്നെ മാത്രം രക്ഷിക്കണേ. ഒന്നും പേടിക്കണ്ട. യൂണിറ്റ് ടേസ്റ്റ് ആയതുകൊണ്ട് കൊള്ളാം. യൂണിറ്റ് ടേസ്റ്റ് ആയതുകൊണ്ടാ നമ്മൾ എത്ര സമയം എടുത്ത് കുക്ക് ചെയ്തതാണെന്നറിയോ? ഞങ്ങള് കഷ്ടപ്പെട്ട് ഇളക്കി എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഇതിനകത്ത് ഇപ്പൊ എടുത്ത് ഇങ്ങനെ കോരി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സെറ്റായി. അല്ലാതെ ഇങ്ങനെ എടുത്ത് നമ്മൾ കോരി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സെറ്റായി. ബാക്കി ഇനിയിപ്പോൾ അടുത്ത കുറച്ചും കൂടി ടൈറ്റ് ആക്കുവാണോ? അപ്പോൾ ഉണ്ടാക്കിയ ആൾക്കാരുടെ വക ഇളക്കിയതിന്